നമസ്കാരം. സംസ്ഥാന ആരോഗ്യ വകുപ്പിലെ വളരെ അവിഭാജ്യമായ ഒരു ഘടകമാണ് JPHN എന്ന് നമ്മളെല്ലാം പറയുന്ന ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാർ. ഓരോ ആരോഗ്യ സ്ഥാപനത്തിനും കീഴിലുള്ള സബ് സെന്ററുകളാണ് ഇവരുടെ ഓഫീസ്. ആരോഗ്യ സ്ഥാപനം എന്ന് പറയുമ്പോൾ അതൊരു കുടുംബാരോഗ്യ കേന്ദ്രം അഥവാ FHSC, അല്ലെങ്കിൽ സാമൂഹിക ആരോഗ്യ കേന്ദ്രം, ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രം, ഇതൊക്കെയാകാം. ഇതിന് കീഴിലുള്ള സബ് സെന്ററുകൾ, ഒരു PHSCക്ക് കീഴിൽ ചിലപ്പോൾ ഒരു 5-6 സബ് സെന്റർ ഉണ്ടാകാം. ഒരു CHSCക്ക് കീഴിൽ 10-11. അത് പോപ്പുലേഷനെ അടിസ്ഥാനമാക്കിയാണ് ഈ സബ് സെന്ററുകളുടെ എണ്ണം നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഓരോ സബ് സെന്ററുമാണ് ഈ JPHNമാരുടെ ആസ്ഥാനം. അതാണ് അവരുടെ ഓഫീസ്. അതവരുടെ ഓഫീസ് മാത്രമല്ല, അവരുടെ താമസ സ്ഥലവും അതായിരിക്കണം എന്നാണ് നിയമം. അതായത് അവരുടെ ക്വാർട്ടേഴ്സ് ആണത്. ഏത് നിമിഷവും അവരുടെ ഏരിയയിലുള്ളൊരു പബ്ലിക്കിന് അവിടെ വന്ന് ഒരു രോഗനിർണയം നടത്താനോ അല്ലെങ്കിൽ ആരോഗ്യപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനോ ഒക്കെ ഉള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവർ അവിടെ തന്നെ താമസിക്കണം എന്ന് പറയുന്നത്. ഈ ടെലിഫോൺ സൗകര്യമോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് സൗകര്യമോ ഒന്നും ഇത്രയും വ്യാപകമല്ലാതിരുന്ന അല്ലെങ്കിൽ നിലവിലില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലുണ്ടായ നിയമമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് നേരിട്ട് വേണമായിരുന്നു വന്ന് ഇവരുമായിട്ട് ഈ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യാനുള്ളത്. അതവരുടെ ക്വാർട്ടേഴ്സ് ആയതുകൊണ്ട് തന്നെ ഈ JPHNമാർക്ക് കാലാകാലങ്ങളായി HRA ലഭിക്കാറില്ല. കാരണം അവർക്ക് താമസ സൗകര്യം പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയുള്ളവർക്ക് ശമ്പളത്തിനോടൊപ്പം HRA ലഭിക്കാറില്ല. അപ്പോൾ ആ ക്വാർട്ടേഴ്സിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്? അമ്മമാരുടെയും കുട്ടികളുടെയും പരിശോധനകൾ, അതുപോലെ തന്നെ പ്രതിരോധ കുത്തിവയ്പ്പുകൾ, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്നതിന് വേണ്ടിയുള്ള ഈ ഓഫീസിൽ തന്നെയാണ് ഇവർ താമസിക്കേണ്ടത്. കുടുംബസമേതം താമസിക്കുന്നവരുണ്ട്, ചിലർ ഒറ്റയ്ക്ക് താമസിക്കുന്നവരുണ്ട്. ഒരു 2 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ക്വാർട്ടേഴ്സിന്റെ ഒരു ഘടന ഞാനൊന്ന് പറയാം. ഞാൻ കണ്ടിട്ടുള്ളതാണ്. നമ്മൾ ചെന്ന് കയറുന്നത് ഒരു ഹാളിലേക്കായിരിക്കും. വളരെ നിറം മങ്ങിയ ചുവരുകളൊക്കെ ഉള്ള, കാലപ്പഴക്കം കൊണ്ട് ഭംഗിയെല്ലാം നഷ്ടപ്പെട്ട ഒരു ഹാളാണ് ഇതിന്റെ ഒരു പ്രധാന ഭാഗം. പിന്നെ ഇതിനോടൊപ്പം ഉള്ളത് ഒരു കിച്ചൺ ഉണ്ടാകും, ഒരു ബെഡ്റൂം ഉണ്ടാകും, ഒരു സ്റ്റോർ റൂം ഉണ്ടാകും, ഒരു ബാത്റൂം ഉണ്ടാകും. ഇതിന്റെ അവസ്ഥ വളരെ ദയനീയമാണ്. ഇടിഞ്ഞു പൊളിഞ്ഞ ചുമരുകളായിരിക്കും മിക്കവാറും എല്ലാ ക്വാർട്ടേഴ്സുകൾക്കും. മച്ചിൽ നിന്നിങ്ങനെ കോൺക്രീറ്റ് പാളികൾ അടർന്നു വീണുകൊണ്ടിരിക്കും. ടൈല് പാകാത്ത പൊട്ടി പൊളിഞ്ഞു പോയ തറകൾ. അപ്പോൾ അവിടുത്തെ ടോയ്ലറ്റുകളാണെങ്കിൽ കാലപ്പഴക്കം കൊണ്ട് അത് ഉപയോഗശൂന്യമായ ടോയ്ലറ്റുകളാണ് മിക്കവാറും എല്ലാ ക്വാർട്ടേഴ്സുകൾക്കും ഉള്ളത്. പിന്നെ വളരെ പഴകിയ രീതിയിലുള്ള ഒരു അടുക്കള ഉണ്ടാകും. പുതിയ മോഡുലാർ കിച്ചണൊന്നുമല്ല, വളരെ പഴയ ഒരു അടുക്കള. അപ്പോൾ ഇതൊക്കെയാണ് ഈ ക്വാർട്ടേഴ്സുകളുടെ ഒരു പൊതു സ്വഭാവം അന്നത്തെ കാലത്താണ്. എന്നാൽ ഒരു 2 വർഷം മുമ്പ്, ഞാൻ ഈ 2 വർഷത്തെ കാലം പറയുന്നതിന് കാരണം 2022-23 കാലം, ആ സമയത്താണ് ഇതിനൊക്കെ ഒരു മാറ്റം വന്നു തുടങ്ങിയത്. സംസ്ഥാന സർക്കാരിന്റെ നവകേരളം കർമ്മ പദ്ധതിയും അതിന്റെ ഭാഗമായിട്ടുള്ള ആർദ്രം മിഷന്റെയും ഭാഗമായിട്ട് ഈ സബ് സെന്ററുകളെയെല്ലാം അല്ലെങ്കിൽ കുടുംബക്ഷേമ ഉപകേന്ദ്രങ്ങളെയെല്ലാം കുറേയധികം നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തി ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റി തുടങ്ങി. 2022-23 കാലഘട്ടത്തിലാണിത് തുടങ്ങുന്നത്. അപ്പോൾ അത് ഒരു ക്വാർട്ടേഴ്സ് എന്നുള്ള സങ്കല്പത്തിൽ നിന്നും മാറി പൊതുജനങ്ങൾക്ക് വിവിധങ്ങളായ സേവനങ്ങൾ, ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം, രക്താതിമർദ്ദം, ഇതൊക്കെ പരിശോധിക്കാനുള്ള അല്ലെങ്കിൽ രോഗനിർണയത്തിനുള്ള സൗകര്യങ്ങൾ, അതുപോലെ തന്നെ മറ്റു പല രോഗങ്ങളും നിർണയിക്കുന്നതിനുള്ള ഒരു ലാബ് സൗകര്യം, ഭാവിയിലേക്ക് ഒരു ഫാർമസി, കാരണം ഫാർമസിയിൽ ഫാർമസിസ്റ്റ് മാത്രമേ മരുന്ന് കൊടുക്കാവൂ എന്നുള്ള നിയമം ഉള്ളതുകൊണ്ട് ഭാവിയിൽ ഒരു ഫാർമസിസ്റ്റിനെ അവിടെ നിയമിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് പ്രവർത്തിക്കാനുള്ള ഒരു ഫാർമസി സെറ്റപ്പ്, അതുപോലെ തന്നെ ഒരു ഡോക്ടർക്ക് ഇരുന്ന് രോഗികളെ പരിശോധിക്കാനുള്ള ഒരു കൺസൾട്ടേഷൻ റൂം, പിന്നെ അവിടുത്തെ ആ കിച്ചൺ ഉണ്ടല്ലോ, പഴയ നമ്മൾ പറഞ്ഞ ആ കിച്ചൺ ഒരു സ്റ്റോർ റൂമാക്കി മാറ്റി. അതുപോലെ തന്നെ വരുന്ന പേഷ്യൻസിനും കൂട്ടിരിപ്പുകാർക്കും ഒക്കെ ഇരിക്കാനുള്ള ഒരു ലോബി സൗകര്യം ഏർപ്പെടുത്തി. അലൂമിനിയം ഫാബ്രിക്കേഷനൊക്കെ നടത്തി പാർട്ടീഷൻ തിരിച്ചാണ് ഇതെല്ലാം ചെയ്തത്. പുതിയ കെട്ടിടങ്ങളൊന്നും പണിഞ്ഞില്ല. ആ ഉള്ള കെട്ടിടത്തിനെ വളരെ മനോഹരമായ ഒരു കെട്ടിടമാക്കി, അല്ലെങ്കിൽ ഒരു ഓഫീസ് കെട്ടിടമാക്കി, അല്ലെങ്കിൽ ഒരു അടിസ്ഥാന ആരോഗ്യ കേന്ദ്രമാക്കി മാറ്റിയെടുത്തു. NHM-ഉം സംസ്ഥാന സർക്കാരും ചേർന്നാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. വളരെ താമസിയാതെ തന്നെ NHM-ൽ നിന്ന് ഫണ്ട് അനുവദിച്ച് കെട്ടിടത്തിന്റെ രൂപവും ഭാവവും ഒക്കെ മാറ്റി, ചിത്രങ്ങളൊക്കെ വരച്ചു വെച്ചു. എന്നിട്ട് അതിന്റെ പേരും മാറ്റി, അതിനൊരു ബ്രാൻഡിങ് നടത്തി. അതിന് ജനകീയ ആരോഗ്യ കേന്ദ്രമെന്നുള്ള സംസ്ഥാന സർക്കാർ കൊടുത്ത പേരിനോടൊപ്പം തന്നെ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന ഒരു ബ്രാൻഡിങ്ങും കൂടി നടത്തി. നമ്മൾ മലയാളികൾ ഇതിനെ ജനകീയ ആരോഗ്യ കേന്ദ്രം എന്ന് വിളിക്കുമ്പോൾ കേന്ദ്ര നിയമപ്രകാരം ഇത് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ ആണ്. അങ്ങനെ രൂപത്തിലും പ്രവർത്തനങ്ങളിലും ഒക്കെ മാറ്റം വന്നതോടുകൂടി JPHNമാരുടെ ക്വാർട്ടേഴ്സ് എന്നതിൽ നിന്നും മാറി ഒരു അടിസ്ഥാന ആരോഗ്യ കേന്ദ്രമായി ഇത് ഉയർത്തപ്പെട്ടു. അപ്പോൾ ക്വാർട്ടേഴ്സ് ഇല്ലാതെ JPHNമാർക്ക് ന്യായമായും എന്ത് ലഭിക്കണം? HRA ലഭിക്കണം, വീട്ടുവാടക ബത്ത ലഭിക്കണം. പഴയ കാലമല്ല, ഇപ്പോൾ ഒരു നല്ല തുകയാണ് HRA. കാരണം
നമ്മുടെ ബേസിക് പേയുടെ ഒരു JPHN വാങ്ങുന്ന ബേസിക് പേയുടെ മിനിമം 4% HRA ആയിട്ട് ലഭിക്കുന്നുണ്ട്. അത് സിറ്റിയുടെ ക്ലാസ് മാറുന്നതനുസരിച്ച് ഈ ചാർട്ടിൽ പറയുന്ന പോലെ 6, 8, 10 ഈ രീതിയിൽ HRA വർദ്ധിക്കാം. അപ്പോൾ പണ്ട് 100-150 രൂപയായിരുന്നു HRA. അന്ന് ഇതിന് വലിയ ക്ലെയിമൊന്നും അത്രയും നിർബന്ധിച്ച് ആരും ചെയ്യില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ അതെല്ലാം മാറി. കഴിഞ്ഞ ശമ്പള പരിഷ്കരണം 11ാം ശമ്പള പരിഷ്കരണം 2019 വന്നതോടുകൂടി HRA ഈ ശതമാനക്കണക്കിലേക്ക് മാറിയപ്പോഴാണ് ഇതൊരു വലിയ തുകയായി മാറിയത്. അപ്പോൾ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളായി ഉയർത്തപ്പെട്ടപ്പോൾ ആ സെന്ററുകളിലെ JPHമാർക്ക് HRA കിട്ടണം. വേണമേ, പക്ഷെ കിട്ടുന്നുണ്ടോ? ഇപ്പോഴും HRA കിട്ടാത്ത കുറേയധികം JPHന്മാരുണ്ട്. കുറേ DDOമാർ ഇപ്പോഴും അവരുടെ JPHന്മാർക്ക് HRA നൽകുന്നില്ല. കാരണം അവർക്കൊരു ഓഡിറ്റ് പേടിയാണ്. DDO ഈ ഓഡിറ്റ് ഭയം കൊണ്ട് ഇവർക്ക് HRA കൊടുക്കാതായി. ക്വാർട്ടേഴ്സ് എന്നുള്ള സ്വഭാവമൊക്കെ മാറിയെങ്കിലും ഇവരവിടെ താമസമില്ല എങ്കിൽ പോലും അവർക്ക് അർഹതപ്പെട്ട HRA പല DDOമാരും ഈ JPHന്മാർക്ക് HRA കൊടുക്കുന്നതിൽ വിമുഖത കാണിച്ചു. എന്നാൽ അന്നും വളരെ ചുരുക്കം DDOമാർ വളരെ ധൈര്യസമേതം JPHന്മാർക്ക് HRA കൊടുത്തു തുടങ്ങി. അവരൊന്നും ഇങ്ങനെ ഒരു ഗവൺമെന്റ് ഓർഡർ വന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാനും പോയില്ല. കാരണം ലോജിക്കലി താമസ സൗകര്യം ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ അവരിൽ നിന്നും HRA ഡിഡക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സത്യത്തിൽ ഇങ്ങനെ ഒരു നിർദ്ദേശം വന്നിട്ടുണ്ടോ? ഈ രീതിയിൽ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന JPHന്മാർക്ക് HRA കൊടുക്കാവുന്നതാണ് എന്നൊരു നിർദ്ദേശം വന്നിട്ടുണ്ടോ? നമുക്കൊന്ന് പരിശോധിക്കാം. ഇത് 2024 ഫെബ്രുവരി മാസം 10-ാം തീയതി ബഹുമാന്യായ ആരോഗ്യ വകുപ്പ് ഡയറക്ടർ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് അയച്ച ഒരു കത്താണ്. ഈ കത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കുടുംബക്ഷേമ ഉപകേന്ദ്രങ്ങളുടെ ക്വാർട്ടേഴ്സ് ഹെൽത്ത് ആൻഡ് വെൽനസ് കേന്ദ്രങ്ങൾക്കായുള്ള പ്രവർത്തനങ്ങൾക്ക് ഉപയോഗയോഗ്യമാക്കുന്നതിനായി 567 കുടുംബക്ഷേമ ഉപകേന്ദ്രങ്ങളെ വെൽനസ് കേന്ദ്രങ്ങൾക്കായുള്ള പ്രവർത്തനങ്ങൾക്ക് ഏറ്റെടുത്തിട്ടുണ്ട്. ഇതെന്നാണ്? 2024 ഫെബ്രുവരി മാസമാണ് 567 കുടുംബക്ഷേമ ഉപകേന്ദ്രങ്ങളെ വെൽനസ് കേന്ദ്രങ്ങൾക്കായിട്ട് തിരഞ്ഞെടുത്തതായി പറയുന്നത്. അപ്പോൾ അന്നത് 567 കുടുംബക്ഷേമ ഉപകേന്ദ്രങ്ങളായിരുന്നു. എന്നാൽ ഇന്ന് സ്വന്തമായി കെട്ടിടമുള്ള ഏതാണ്ട് മിക്കവാറും എല്ലാ കുടുംബക്ഷേമ ഉപകേന്ദ്രങ്ങളും ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകളാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അന്ന് ഏറ്റെടുത്ത ഈ 567 കേന്ദ്രങ്ങളിൽ 424 എണ്ണത്തിൽ നിലവിൽ HRA നൽകുന്നില്ല. ഈ ഓഡിറ്റ് പേടി കൊണ്ട് ഈ 567 കുടുംബക്ഷേമ ഉപകേന്ദ്രങ്ങളെ HWC ആക്കി മാറ്റിയെങ്കിലും അതിൽ 424 ആരോഗ്യ സ്ഥാപനങ്ങളിൽ HRA നൽകിയിരുന്നില്ല. അത് 2024 HWC പ്രവർത്തനങ്ങൾക്ക് ഈ ക്വാർട്ടേഴ്സ് ഉപയോഗിക്കുന്നതിനാൽ JPHന് അവിടെ താമസിക്കുന്നതിന് സാധ്യമല്ല. അപ്പോൾ JPHന്മാർക്ക് അവിടെ താമസിക്കാൻ കഴിയില്ല എന്ന് DHS തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് 567 എന്നുള്ള ഈ നമ്പർ 2024 സ്വന്തമായി കെട്ടിടമുള്ള ഭൂരിപക്ഷം സബ് സെന്ററുകളും ഇപ്പോൾ എന്താക്കി മാറ്റിയിട്ടുണ്ട്? ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകളാക്കി മാറ്റിയിട്ടുണ്ട്. പ്രസ്തുത സാഹചര്യത്തിൽ ബന്ധപ്പെട്ട ജില്ലാ മെഡിക്കൽ ഓഫീസർമാരുടെ അഭിപ്രായം ആരാഞ്ഞ് HRA അനുവദിക്കാവുന്നതാണ്. മേൽവിവരങ്ങൾ അറിവിലേക്കും അനന്തര നടപടികൾക്കുമായി സമർപ്പിക്കുന്നു. അപ്പോൾ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് DHS അയച്ച ലെറ്ററാണ് ജില്ലാ മെഡിക്കൽ ഓഫീസർമാരുടെ അഭിപ്രായം ആരാഞ്ഞ് ഈ JPHന്മാർക്ക് HRA അനുവദിക്കാവുന്നതാണെന്ന്. അപ്പോൾ ഇതിനേക്കാൾ വലിയ ഒരു സർക്കാർ ഉത്തരവ് തന്നെ വേണമെന്ന് ശഠിക്കുന്നത് അതൊരു നിർബന്ധ ബുദ്ധിയായിട്ടാണ് വർക്കിംഗ് ക്ലാസ്സിന് തോന്നുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഈ രീതിയിലുള്ള എല്ലാ JPHന്മാർക്കും HRA കിട്ടേണ്ടത് തന്നെയാണ്. അപ്പോൾ ബന്ധപ്പെട്ട DDOമാർ ചെയ്യേണ്ടതൊന്നു മാത്രം, അവർ DMOയ്ക്ക് ഒരു കത്തെഴുതുക. ഈ സ്ഥാപനത്തിന് കീഴിലുള്ള താഴെ പറയുന്ന സബ് സെന്ററുകളെ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകളാക്കി ഉയർത്തിയിട്ടുണ്ട്. അതിനാൽ അവിടെ JPHന് താമസിക്കാൻ സാധ്യമല്ല. ഈ സാഹചര്യത്തിൽ പ്രസ്തുത JAKയിലെ അല്ലെങ്കിൽ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ ജോലി ചെയ്യുന്ന JPHന് വീട്ടുവാടക ബത്ത അല്ലെങ്കിൽ HRA അനുവദിച്ചു തരുന്നതിനുള്ള നിർദ്ദേശം നൽകണമെന്ന് അപേക്ഷിക്കുന്നു. DMOയിൽ നിന്ന് നമുക്ക് ഈ രീതിയിൽ HRA നൽകുന്നതിനുള്ള ഒരു അനുവാദം തന്നുകൊണ്ടുള്ള ഒരു മറുപടി ഉണ്ടാകും. ആ മറുപടി നമ്മൾ ഫയലിൽ സൂക്ഷിച്ചിരിക്കുക. ഇതിന്റെ ഒരു മറുവശം കൂടി നമ്മൾ ആലോചിക്കണം. എന്നു മുതലാണോ ഈ HRA ഈ JPHന്മാർക്ക് കുടിശ്ശികയായിട്ടുള്ളത്? അപ്പോൾ എന്നാണോ ആ സെന്റർ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററാക്കി ഉയർത്തിയത് എന്നു മുതലാണോ നമ്മൾ HRA കൊടുത്തു തുടങ്ങുന്നത് അന്നുവരെയുള്ള അരിയർ തുക അതൊന്ന് ആലോചിച്ച് നോക്കൂ. മിനിമം 1200 രൂപ വെച്ച് പ്രതിമാസം കുടിശ്ശികയായിട്ടുണ്ടെങ്കിൽ പോലും അതെല്ലാം കൂടി ചേരുമ്പോൾ ഒരു വലിയ തുക കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ അരിയറിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് അതാത് മാസം അത് കൊടുത്തു പോകുന്നതാണ്. HRAയുടെ അരിയർ സ്പാർക്കിൽ പ്രോസസ്സ് ചെയ്യുന്നത് മറ്റ് അരിയറുകൾ പ്രോസസ്സ് ചെയ്യുന്ന പോലെ എളുപ്പമല്ല. കാരണം എന്നു മുതലാണോ നമ്മൾ കൊടുത്തു തുടങ്ങുന്നത് വിത്ത് എഫക്റ്റ് ഡേറ്റ് ആ തീയതി ആയിരിക്കണം.
അപ്പോൾ HRAയുടെ അരിയർ വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിന് സ്പാർക്കിൽ പ്രത്യേകം മോഡിഫിക്കേഷൻസ് വരുത്തേണ്ടതുണ്ട്. അപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ഒരു തർക്കത്തിനായി JPHന്മാർ പോയാൽ, അതായത് താമസിക്കാത്ത വീടിന് ഞാൻ എന്തിനു വാടക നൽകണം എന്ന ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏത് കോടതിയിലും വാലിഡായ ഒരു വാദം തന്നെ ആയിരിക്കും. പിന്നെ ഓഡിറ്റ് നടക്കുന്ന സമയത്ത് തന്നെ ഈ രീതിയിലൊരു ഒബ്ജക്ഷൻ ഓഡിറ്റ് ടീം എഴുതുകയാണെങ്കിൽ നമുക്ക് അവിടെ വെച്ച് തന്നെ അത് ഡ്രോപ്പ് ചെയ്യിക്കാം. കാരണം ഈ രീതിയിൽ ഇവർ താമസിക്കുന്നില്ല, അവിടെ താമസിക്കാത്ത സെൻ്ററാണത്, അതുകൊണ്ട് അവർക്ക് വീട്ടുവാടക നൽകിയതാണ് എന്ന് പറഞ്ഞ് അവിടെ വെച്ച് തന്നെ നമുക്കത് ഡ്രോപ്പ് ചെയ്യിക്കാനും കഴിയുമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അപ്പോൾ ഈ രീതിയിൽ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളാക്കി ഉയർത്തപ്പെട്ട സബ് സെൻ്ററുകളിൽ ജോലി ചെയ്യുന്ന JPHന്മാർക്ക് ആർക്കെങ്കിലും നിലവിൽ HRA ലഭിക്കുന്നില്ല എങ്കിൽ അവർ എത്രയും വേഗം തന്നെ തങ്ങൾക്ക് HRA അനുവദിച്ചു തരണം എന്നുള്ള ഒരു അപേക്ഷ തങ്ങളുടെ DDOമാർക്ക് രേഖാമൂലം നൽകേണ്ടതാണ്. എന്തായാലും ഈ രീതിയിൽ HRA നൽകാതിരിക്കുന്ന അന്യായം ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഈ വീഡിയോ. HRA കൊടുക്കണോ കൊടുക്കണ്ടയോ എന്ന് ബന്ധപ്പെട്ട DDOമാർക്ക് തീരുമാനിക്കാം. എന്തായാലും വർക്കിംഗ് ക്ലാസിന്റെ അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. പരമാവധി ആൾക്കാർക്ക് ഈ അറിവ് ലഭിക്കട്ടെ. അതിനുവേണ്ടി ഗ്രൂപ്പുകളിലൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയോട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. താങ്ക്